ഒന്നുകൂടെ ഉറക്കെ പറയും, നീ പറഞ്ഞു പിടിക്കും. എങ്ങനെയുണ്ട്? എപ്പോഴും നമ്മൾ പ്രാർത്ഥനയിലായിരിക്കുക. നമ്മുടെ കുടുംബത്തിൽ ഇപ്പൊ ഇതിനായാലും മകളുടെ കുടുംബത്തിനായാലും സജീവന്റെ കുടുംബത്തിനായാലും പ്രാർത്ഥിക്കുക. അവരൊക്കെ വരാറില്ലേ? യഥാർത്ഥത്തിൽ ഞാനന്ന് പറഞ്ഞപ്പോഴേ പൂർണ്ണമായിട്ട് കിടപ്പിലല്ലേ, ഞാൻ പ്രാർത്ഥിക്കാനാണ് വന്നത്. പക്ഷെ ആദ്യമേ ആ മുറിവിന് ശുശ്രൂഷിക്കാനൊക്കെ ഭാഗ്യം യഥാർത്ഥത്തിൽ നമുക്ക് ലഭിക്കും. അതിലെല്ലാവരും പങ്കാളികൾ ആവശ്യം. ശരിക്കും ശരീരത്തിന് ശുശ്രൂഷ കൊടുക്കാൻ പറ്റി, ഒപ്പം നമ്മൾ പ്രാർത്ഥനയിലൂടെയും ആത്മാവിനും ശുശ്രൂഷ കൊടുക്കാൻ പറ്റി. ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ രണ്ട് ശുശ്രൂഷ ഒരുമിച്ച് നടന്നതുകൊണ്ടാണ് ശരീരവും ആത്മാവും ഇത്രയ്ക്കും അനുഗ്രഹമായിട്ട് മാറിയത് അല്ലേ? അപ്പൊ ഞാൻ അപ്പച്ചനെന്താ അപ്പച്ചനെ അന്ന് ഞാൻ നിങ്ങളൊന്നും പരിചയപ്പെടാൻ പറ്റിയെന്ന് അറിഞ്ഞില്ലേ. പക്ഷെ അന്ന് ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ഓടി വന്നത്. അവിടെ നല്ല തിരക്കിനിടയിലാണ് വന്നത്. അല്ല വെള്ളം പാട പോലെ മണിക്കൂർ മുമ്പ് പോയി മെഡിക്കൽ സയൻസ് പറഞ്ഞ കാര്യമാണ് ദൈവത്തിന്റെ ആത്മാവ് ഞാൻ നയിക്കപ്പെട്ടത്. ഞാൻ സെൻട്രൽ മീറ്റിംഗ് മാത്രമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോട്ടെ. എനിക്ക് സന്തോഷമായി. ഇങ്ങനെ കിടന്നിട്ട് ഞാൻ ശുശ്രൂഷിക്കാൻ വന്ന ദൈവം കൊണ്ടുവന്ന ആളിപ്പോ വീൽ ചെയർ ആവശ്യപ്പെട്ടപ്പോഴേ അവിടെ മോള് പറഞ്ഞില്ലേ കാറ്റോട്ട് തുടങ്ങിയിരുന്നു വീൽ ചെയർ കൊണ്ടുവരാന്ന് പറഞ്ഞത് എന്താ കൊണ്ടുവരാത്തേക്ക്. അങ്ങനെ വണ്ടി കേടായി കിടക്കാൻ കൊണ്ടുവരാൻ പറ്റണ്ടേ? ഏട്ടാ ഇത് കണ്ടില്ലേ, വീട്ടിലെ കുടുംബ പ്രാർത്ഥന ചെയ്യുന്ന സ്ഥലമാണത്. അവിടെയാണ് ദൈവത്തിന്റെ നമുക്ക് കിട്ടുന്ന ഈ അവസരം. വീണ്ടും നമുക്കൊരു പുനർജീവൻ കിട്ടിയിരിക്കുക. യഥാർത്ഥത്തില് അന്ന് ഞാൻ കാണുന്ന അവസ്ഥയിൽ വെച്ച് നോക്കുമ്പോ ഒരു വലിയൊരു പുനർജീവൻ കിട്ടിയില്ല. ഞാൻ പട്ടത്തിന്റെ അടുത്തുണ്ടായിരുന്നു രാവിലെ. അപ്പൊ ഈ ശുശ്രൂഷനെ കുറിച്ച് ദൈവാനുഗ്രഹിക്കും. അതുപോലെ നല്ല അനുഗ്രഹമാണ് കാണുന്നത്. അതിന്റെ ശുശ്രൂഷകളൊന്നും അനുഗ്രഹിക്കോ? മോള് പൈസ കൊടുക്കണം, കുഞ്ഞിന് പൈസ അല്ലേ? അമ്മയുടെ പ്രാർത്ഥന പോലെ ഈ മോനോട് പോരെ ഏത് കയ്യപ്പുണ്ടാ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കോഴി നടക്കാൻ എന്റെ മുറിവുകളെല്ലാം മകൾ പറയുന്നതെല്ലാം ഉണങ്ങി തുടങ്ങിയെന്നുള്ള അറിവിലേക്ക് എത്തിച്ചേരുന്നത് നന്ദി പറയുന്നു. വചനത്തിന്റെ ശക്തിയാൽ ഈ അമ്മയെ ഈ കുടുംബത്തെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനോട് നന്ദി പറയുന്നു. ആമേൻ.
ഭാഗ്യമാണെന്ന് ഇങ്ങനെ വരാൻ തോന്നിയത്. ഞാൻ ഇന്നലെ വരെ പറഞ്ഞു ഞാനത് പറഞ്ഞു. പക്ഷെ അമ്മോട് കുറച്ചുകൂടെ പറഞ്ഞു അവർ വരാനൊരു സമയമായിട്ടുണ്ട്. സമയമാകുമ്പോൾ വരും. ഞാൻ വണ്ടി കാണാൻ ഞാൻ വന്നല്ലേ ഞാൻ വണ്ടിയിൽ കൊടുത്തേക്കുള്ളൂ. അത് വിളിച്ച് പറഞ്ഞായിരുന്നു തന്നെ. അപ്പൊ എനിക്കൊന്നും വരാനൊരു ഭാഗ്യത്തിനാണ് എന്നത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. അതാ മനസ്സിലുണ്ടായുള്ളോ ഈ മോനെ? അതാ പ്രാർത്ഥിക്കോ? മറക്കില്ല. മറക്കില്ലേ? പ്രൈസ്ലോ ഇന്ന് റോസ്ലമ്മിച്ചിയുടെ ഭവനത്തിലേക്ക് കയറിയ നമ്മൾ റോസ്ലമ്മിച്ചിക്ക് വന്നിട്ടുള്ള ഒരു മാറ്റം. ഒരാഴ്ച മുമ്പ് 90% മരണത്തോട് മല്ലടിച്ച് പുറം മൊത്തം ബെഡ്സോർ പഴുപ്പായി കിടന്നിരുന്ന റോസ്ലമ്മിച്ചിയിൽ ഒരാഴ്ച കഴിഞ്ഞ് ചെല്ലുമ്പോൾ അവരറിയിച്ചതനുസരിച്ച് ചെല്ലുമ്പോൾ ലഭിച്ച ആ ഒരു പ്രസന്നത, ഒരു പുനർജീവൻ. യഥാർത്ഥത്തിൽ ഞാൻ അമ്മയുടെ അപ്പം അരികെ മുട്ടുകുത്തി അമ്മയിൽ നിന്ന് അനുഗ്രഹം വാങ്ങിക്കുമ്പോൾ എൻ്റെ ഹൃദയം യഥാർത്ഥത്തിൽ നിറയുകയായിരുന്നു. ആ അമ്മയിലെ ഒരു ആത്മീയ ചൈതന്യം, ഒരു ആത്മീയ പ്രകാശം അമ്മയിലും ആ കുടുംബത്തിൽ നിന്നും എന്നിലേക്ക് നിറയുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടുകയായിരുന്നു. അമ്മ പറയുകയാണ്, മകള് പറഞ്ഞു കൊടുക്കുമ്പോൾ ബ്രദറിന് നന്ദി പറയാമെന്ന് പറയുമ്പോൾ ഞാൻ താങ്ക്സ് പറയുന്ന അമ്മയുടെ, പ്രത്യേകിച്ച് എൻ്റെ വിശേഷമെന്ന് പറയുമ്പോൾ ഈ പ്രാവശ്യം പറഞ്ഞതുപോലെ മറക്കില്ലാട്ടോ മോനെ എന്ന് പറയുന്ന അമ്മയുടെ സ്നേഹം ശരിക്കും എന്നെ യഥാർത്ഥത്തിൽ ഒരു പുനർജീവൻ എനിക്കവിടെ സംഭവിക്കുന്നത് ഞാൻ ആ കുടുംബത്തിലൂടെ, അമ്മയിലൂടെ ദൈവം എന്നെ സ്നേഹിക്കുന്നത് കാണുന്ന നിമിഷങ്ങളാണ്. കുമ്പിട്ട് നിന്ന് അമ്മയുടെ അനുഗ്രഹവും യേശുവിൻ്റെ അണിപ്പഴുതുള്ള കാലുകളെ സ്മരിച്ചുകൊണ്ട് അമ്മയുടെ ആ മുറിവുള്ള കാൽപാദത്തിൽ ചുംബിക്കുവാനും ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. കഴിഞ്ഞ ആഴ്ച യേശുനാഥൻ എന്നെ കൊണ്ടുപോയി ഈ കുടുംബത്ത്, ആ നിർധനാവസ്ഥയിലെ ആ കുടുംബത്തിലെ കടന്നു ചെന്ന് ശുശ്രൂഷിക്കാൻ ലഭിച്ച ഭാഗ്യത്തിൻ്റെ ഓർമ്മകൾ ഞാൻ ഓർക്കുകയാണ്.